ഇതുണ്ടാക്കിയത്. ഇതാണ് ഒരു രീതി. ഇതിൽ നിന്നും ഭിന്നമായി മറ്റൊരു രീതിയുണ്ട്. മഹാത്മാക്കളെ ചെന്ന് കാണുക, മഹാത്മാക്കളുടെ സവിധത്തിൽ ചെല്ലുക, അല്ലെങ്കിൽ മഹാത്മാക്കളെ അടക്കം ചെയ്യപ്പെട്ട മഖാമുകളിൽ ചെല്ലുക. അവരുടെ അടുക്കൽ ജീവിതകാലത്തോ വഫാത്തിന് ശേഷം അവരെ അടക്കം ചെയ്യപ്പെട്ട പ്രദേശത്തോ പോയിട്ട് അവരുടെ മുമ്പിൽ നമ്മുടെ പ്രശ്നങ്ങളും ആവലാതികളും ഒക്കെ സമർപ്പിക്കുക, അവരോട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയുക, നമ്മളുടെ സങ്കടങ്ങൾക്കൊരു നിവൃത്തി തരണം, പരിഹാരം തരണം എന്ന് അപേക്ഷിക്കുക. ഇങ്ങനെ ഒരു രീതിയും നടത്താറുണ്ട്. ഇത് മുസ്ലിമീങ്ങളൊക്കെ ചെയ്യാറുണ്ട്, സാധാരണക്കാർ വളരെ കൂടുതൽ ചെയ്യാറുണ്ട്, പണ്ഡിതന്മാരുടെ ഭാഷയിൽ ചെയ്യാറുണ്ട്. ഈ ചെയ്യുന്ന രീതി ഇതാണ് അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഘടകമായി ഈ 7 പതിറ്റാണ്ട് കാലത്തെ പാരമ്പര്യമുള്ള വിഭാഗം ഉയർത്തിക്കാട്ടുന്നത്. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, അത് അല്ലാഹുവല്ലാത്തവർക്കുള്ള ഇബാദത്താണ്, അല്ലാഹുവല്ലാത്തവർക്ക് ഇബാദത്ത് ശിർക്കാണ്, അതുകൊണ്ട് ഇത് ശിർക്കാണ് എന്ന് അവർ ഉണ്ടാക്കിയിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാറുണ്ട്. ഇത് ശിർക്കാണ് ഇങ്ങനെ ആവലാതി പറയുന്നത്. ഇതും അടിസ്ഥാനമില്ലാത്തതല്ല. ഈ രീതിക്ക് ഇസ്തിശ്ഫാ എന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ പറയും. ഇസ്തിശ്ഫാ എന്ന വാക്യം അറബറിയുന്നവർക്കൊക്കെ അറിയാം, ഷഫാഅത്ത് ലഭ്യമാക്കുക എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഇസ്തിശ്ഫാ, ഷഫാഅത്ത് ലഭ്യമാക്കുക. ഷഫാഅത്ത് ലഭ്യമാക്കാൻ വേണ്ടി ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം ഇസ്തിശ്ഫാ എന്ന് പറയും. ഷഫാഅത്ത് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരാൾ നടത്തുന്ന അപേക്ഷകൾക്ക് ഇസ്തിശ്ഫാ എന്ന് പറയും. ഒരാൾ നടത്തുന്ന ഏത് പ്രവർത്തനങ്ങൾക്കും, ഒരാൾ പറയുന്ന ഏത് വാക്യങ്ങൾക്കും ഇസ്തിശ്ഫാ എന്ന് പറയും. എന്താ ഷഫാഅത്ത്? എനിക്ക് നിൻ്റെ ഷഫാഅത്തൊന്നും വേണ്ട എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ഭാഷയാണ്, നിങ്ങൾ ഉപയോഗിക്കാറുണ്ടാവും. ഓൻ്റെ ഷഫാഅത്ത് കൊണ്ടൊന്നും കിട്ടിയതല്ലേ എനിക്ക്, അവൻ്റെ ഷഫാഅത്ത് കൊണ്ട് കിട്ടിയതല്ലേ എനിക്ക് എന്ന് പറയാറുണ്ട്. എന്താണ് ഈ ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ? നമ്മുടെ വിശ്വാസത്തിൻ്റെ കൂടി ഒരു ഭാഗമാണിത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിയാമത്ത് നാളിന് ശേഷം ആഖിറത്തിൽ പ്രത്യേകമായ ഷഫാഅത്തുകൾ വിവിധ തരത്തിലുണ്ട്. അടിസ്ഥാനപരമായി ഏറ്റവും വലിയൊരു ഷഫാഅത്ത് ഉളുമ. അതിനുശേഷം നരകത്തിൽ കടന്ന ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, നരകത്തിലേക്ക് അർഹതപ്പെട്ട ആളുകളെ നരകത്തിൽ കടത്താതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ, ഈ തരത്തിലൊക്കെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആഖിറത്തിൽ ഷഫാഅത്തുണ്ട്. ഈ ആഖിറത്തിലെ ഷഫാഅത്തിനെ കുറിച്ചും ഷഫാഅത്ത് എന്ന് പറയും. ദുന്യാവിൻ്റെ അകത്ത് ഒരാളെ സഹായിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ധർമ്മമുണ്ടെങ്കിൽ ആ ധർമ്മത്തിനും ഷഫാഅത്ത് എന്ന് പറയും. ഇതൊക്കെ ഷഫാഅത്ത് എന്ന ശബ്ദത്തിൻ്റെ അർത്ഥമാണ്. ഷഫാഅത്ത് തേടുക, ഷഫാഅത്ത് നേടുക, ഷഫാഅത്ത് ലഭ്യമാക്കുക എന്ന അർത്ഥത്തിലുള്ള പദമാണ് ഇസ്തിശ്ഫാ. ഈ ഇസ്തിശ്ഫാ സുന്നത്താകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇസ്തിശ്ഫാ ലഭ്യമാകുന്നത്, ഷഫാഅത്ത് ലഭ്യമാക്കുന്നത് ഏത് രൂപത്തിലാണെങ്കിലും അത് സുന്നത്താണ്. ശറഅ അംഗീകരിച്ച രൂപത്തിലൊക്കെ ഇത് സുന്നത്താണ്. എന്താണ് ഷഫാഅത്ത്? ശറഇൻ്റെ അർത്ഥത്തിൽ ഷഫാഅത്ത് എന്ന് പറഞ്ഞാലോ ഒന്ന് മനസ്സിലാക്കാം നമുക്ക്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഷഫാഅത്ത് എന്നതിനെ വിവരിക്കുന്നു. അത് വിവരിച്ചാൽ നമ്മളെ മലയാളത്തിലേക്ക് മടങ്ങാം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ അതിപ്രധാനമായൊരു ഗ്രന്ഥമാണ് അൽ മദ്നൂനു അലാ വൈരി അഹ്ലിഹി എന്ന് അദ്ദേഹം നാമകരണം ചെയ്ത ഒരു കിതാബ്. അൽ മദ്നൂനുൽ കബീർ എന്ന് പറയും അതിന്. അൽ മദ്നൂനു അലാ അഹ്ലിഹി എന്ന പേരിലും അദ്ദേഹത്തിനൊരു കിതാബുണ്ട്. അതിന് മദ്നൂനു സ്വഗീർ എന്ന് പറയും. അൽ മദ്നൂനു അലാ വൈരി അഹ്ലിഹി എന്ന കിതാബും അൽ മദ്നൂനു അലാ അഹ്ലിഹി എന്ന കിതാബും ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ സഹോദരനായ വളരെ വലിയ പണ്ഡിതനായിരുന്ന അഹ്മദ് എന്നവർക്ക് വേണ്ടി എഴുതിയിട്ടുള്ള കുറിപ്പുകളാണ്. അപ്പം അഹ്മദ് എന്ന തൻ്റെ സഹോദരന് വേണ്ടി നൽകിയ കുറേ അമൂല്യ വിജ്ഞാനങ്ങളും അമൂല്യ രത്നങ്ങളുടെയും സമാഹാരമാണ് തൻ്റെ 2 മദ്നൂനുകളും. ആ മദ്നൂനുകളെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കിതാബിൽ വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ കിതാബിൽ ഷഫാഅത്ത് എന്നാൽ എന്താണ് എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. ഇത് വായിക്കുന്നത് ഇവിടെ ആവശ്യമാണ്. നമ്മുടെ ഒരുപാട് കർമ്മങ്ങളും നമ്മുടെ ഒരുപാട് പ്രവൃത്തികളും ഇസ്തിശ്ഫാ ആണ് എന്ന് മനസ്സിലാക്കാനും എന്താണ് ഷഫാഅത്ത് എന്ന് മനസ്സിലാക്കാനും ഇത് ആവശ്യമാണ്. ആഖിറത്തിലെ ഷഫാഅത്തിനെ കുറിച്ച് ഒരു ശരിയായ ധാരണയും അവബോധവും ലഭിക്കാനും ഇതാവശ്യമാണ്. മഹാനർ വിവരിക്കുന്നു, ഫസ്ലുൻ
അദ്ദേഹം പ്രത്യേകം തന്നെ ഈ ഷഫാഅത്തിനൊരു ഖണ്ഡികയാക്കി വിവരിക്കുകയാണ്. വഅമ്മാ ഷഫാഅത്തുൽ അംബിയാഇ അലൈഹിമുസ്സലാത്തു വസ്സലാം വൽ ഔലിയാഇ, നബിമാർക്കും ഔലിയാക്കൾക്കും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഷഫാഅത്ത്, ഫശഫാഅത്തു, ആ ഷഫാഅത്ത് എന്ന് പറയുന്ന വാക്യം ഇബാറത്തുൻ അൻ നൂരിൻ യുശ്രിഖു മിനൽ ഹദറത്തിൽ ഇലാഹിയ അലാ ജൗഹരിൻ നുബുവ്വ, അള്ളാഹുവിൻ്റെ സന്നിധാനത്തിൽ നിന്നും നുബുവ്വത്തിൻ്റെ ദാത്തിൻ്റെ മേൽ, നുബുവ്വത്തിൻ്റെ ജൗഹറിൻ്റെ മേൽ, അമൂല്യ രത്നത്തിൻ്റെ മേൽ, ദാത്തിൻ്റെ മേൽ പ്രശോഭിച്ചു വരുന്നതായ ഒരു ദിവ്യപ്രകാശമാണ് ഷഫാഅത്ത്. ശുപാർശ എന്ന് മലയാളം പറയുന്നത് അതിൻ്റെ പര്യായ പദമല്ല. നമുക്ക് മനസ്സിലാകുന്ന ശുപാർശ എന്ന ഭാഷയും വിശദമായി വിവരിക്കുമ്പോഴേ ഷഫാഅത്തിൻ്റെ പര്യായ പദമായി വരൂ. അപ്പം ഷഫാഅത്ത് എന്നാൽ എന്താണെന്ന് അദ്ദേഹം വിവരിക്കുന്നു. നോക്കൂ, ഇത് വിവരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇബാറത്തുന്ന നൂരി യുശ്രിഖു മിനൽ ഹദറത്തിൽ ഇലാഹിയ അലാ ജൗഹരിൻ നുബുവ്വ, അള്ളാഹുവിൻ്റെ തിരുസന്നിധാനത്തിൽ നിന്നും നുബുവ്വത്തിൻ്റെ ദാത്തിൻ്റെ മേൽ ശോഭിച്ചു വരുന്ന ഒരു ശോഭ, ഒരു തേജസ്. വയന്തശുറു മിൻഹാ ഇലാ കുല്ലി ജൗഹരിൻ, ഈ നുബുവ്വത്തിൻ്റെ ജൗഹറിൽ നിന്നും ഇത് വ്യാപിക്കും. ഇലാ കുല്ലി ജൗഹരിൻ ഇസ്തഹ്കമത്ത് മുനാസബത്തുഹു മഅ ജൗഹരിൻ നുബുവ്വ, നബിമാരോട് അങ്ങേയറ്റം ബന്ധം ഉറച്ചു പോയിട്ടുള്ളതായ ആളുകളിലേക്ക് വ്യാപകമാകും. നമുക്ക് മലയാളം അർത്ഥം തിരിയുന്ന ആശയവിവർത്തന നടത്തുന്നത്. ലിഷിദ്ദത്തിൽ മഹബ്ബ, നബിമാരോട് നല്ലവണ്ണം യോജിപ്പ് വന്നത് എന്തുകൊണ്ട്? അവരോട് നല്ല ഇഷ്ടമുള്ളതുകൊണ്ട്. വകസറത്തിൽ മുവാലബത്തി അലസുനൻ, അവരുടെ ചര്യകൾ നല്ലപോലെ അവലംബിക്കുന്നതുകൊണ്ട്. വകസറത്തി ദിക്രി ബിസ്സലാത്തി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ കൊണ്ടും. അപ്പോൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചിട്ടോ, നല്ല സ്നേഹമുണ്ടായിട്ടോ, നബിചര്യകൾ ശരിക്കും പിൻപറ്റിയിട്ടോ നുബുവത്തുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന ആളുകൾക്ക് ആ ബന്ധം നല്ലപോലെ ഉറച്ചാൽ അവരിലേക്കും ഉണ്ടായിത്തീരുന്ന നൂറാണിത്. വമിസാലുഹു, ഇതിനൊരു ഉപമ പറയാം. ഇമാം വസാലിയുടെ സവിശേഷതയാണ് നമുക്ക് മനസ്സിലാകുന്ന ഉപമകൾ പറഞ്ഞിട്ട് കാര്യം സമർത്ഥിച്ചു തരുക എന്നത്. അദ്ദേഹം നമുക്ക് മനസ്സിലാകുന്ന ഉദാഹരണം പറയുന്നു. നൂറുശംസ്, സൂര്യ തേജസ്, ഇതാ വഖഅലൽ മാ, അത് വെള്ളത്തിലേക്ക് വന്നു. ഒരു കുളത്തിലോ ഹൗദിലോ വെള്ളത്തിലേക്ക് സൂര്യൻ്റെ വെളിച്ചം താഴി. ഫഇന്നഹു യൻഅകിസു മിൻഹു ഇലാ മൗദിഇൻ മഖ്സൂസിൻ മിനൽ ഹായിത്ത് ലാ ഇലാ ജമീഇൽ മവാലിഇ, വെള്ളത്തിലേക്ക് സൂര്യൻ്റെ പ്രതിബിംബമുണ്ടായാൽ ഈ പ്രതിബിംബത്തിൽ നിന്നും ചുവരിലേക്ക് സൂര്യൻ്റെ പ്രതിബിംബം വരുമല്ലോ. ആ പ്രതിബിംബം എങ്ങോട്ടാ വരിക? ഒരു യോജിപ്പുള്ള സ്ഥലത്തേക്ക് മാത്രം. ഈ വെള്ളത്തിൻ്റെ സമീപത്തുള്ള പരന്ന ചുവരിലൊട്ടാകെയും സൂര്യൻ്റെ ആ പ്രതിബിംബം ഉണ്ടാവുകയില്ല. ഈ വെള്ളത്തിലിറങ്ങിയ സൂര്യനുമായി പ്രത്യേക ബന്ധമുള്ള ഒരു പോയിന്റിൽ മാത്രം ഈ സൂര്യ തേജസ് പ്രതിബിംബിക്കും. ലാ ഇലാ ജമീഇൽ മവാലി, എല്ലായിടത്തുമില്ല. വഇന്നമ ഇഖ്തസ്സ ദാലികൽ മൗദിഉ, എന്തുകൊണ്ട് ഈ ചുവരിലെ ഈ പ്രത്യേക ബിന്ദുവിൽ മാത്രം ഈ സൂര്യൻ്റെ പ്രതിബിംബം പ്രതിബിംബിക്കുന്നു? ലിമുനാസബത്തിൻ ബൈനഹു വബൈനൽ മാഇ ഫിൽ മൗദിഇ, ആ സ്ഥലത്തിൽ നിൽക്കുന്ന ആ സ്ഥലവുമായും വെള്ളവുമായും വെള്ളത്തിലുള്ള സൂര്യനുമായും ഈ സ്ഥലത്തിനൊരു ബന്ധമുള്ളതുകൊണ്ട്. വതിൽക്കൽ മുനാസബത്തു മസ്ലൂബത്തുൻ സാഇരി അജ്സാഇൽ ഹായിത്തി, പരിസരത്തുള്ള സമീപത്തുള്ള ചുവരിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ആ ബന്ധമില്ല. ഇത് സംഖ്യാപരമായൊരു ബന്ധമാണ്. നേരെ സൂര്യനിൽ നിന്നും ഒരു ഹത്ത് ഇങ്ങനെ വന്നാൽ ഈ ഹത്തിൽ നിന്ന് നേരെ ചുവരിലേക്ക് ഒരു ഹത്ത് പോയാൽ ഈ രണ്ട് ഹത്തിൻ്റെയും കൂടിയിട്ട് ജോയിൻ്റ് സ്ഥാനമായ സാവിയ സൃഷ്ടിക്കപ്പെടുന്ന എവിടെയാണോ ആ സാവിയയുടെ നേരെയുള്ള ഹത്തിലേക്കാണ് സൂര്യൻ്റെ ഇത് വരിക. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ എല്ലാവർക്കും കഴിയും. ഇമാം വസാലി വിവരിക്കുന്നത് എല്ലാ ബുദ്ധിയുള്ളവരോടുമാണ്. വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ്റെ വെളിച്ചം വെള്ളത്തിൻ്റെ പരിസരത്തുള്ള ഒരു ചുവരിലെ എല്ലാ ഭാഗത്തും പ്രതിബിംബിക്കാത്തതും ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം പ്രതിബിംബിക്കുന്നതും നിങ്ങൾക്കറിയുമല്ലോ. അറിയും. എന്തുകൊണ്ട്? ഈ വെള്ളത്തിൽ നിൽക്കുന്ന ഈ ബിംബവുമായിട്ട് ഈ പ്രദേശവുമായിട്ട് ചുവരിൽ ആ പ്രതിബിംബമുണ്ടാകുന്ന ഭാഗത്തിനൊരു പ്രത്യേക യോജിപ്പുണ്ട്. ശാസ്ത്രീയമായ അതിൻ്റെ കിടപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക യോജിപ്പുണ്ട്. ആ യോജിപ്പ് പരിഗണിച്ചിട്ടാണ് ഇത് വരുന്നത്. അദ്ദേഹം വീണ്ടും ആ യോജിപ്പ് ശാസ്ത്രീയമായി വിവരിച്ച ശേഷം അദ്ദേഹം പറയുന്നു, വഹദാ ലാ യുംകിനു ഇല്ലാ ഫീ മൗദിഇൻ മഖ്സൂസിൻ മിനൽ ജിദാർ, ഇത് പരിസരത്തെ ചുവരിൽ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമേ നടക്കൂ. فكما أن المناسبات الوضعية تقتضي الاختصاص بانعكاس النور فالمناسبات المعنوية العقلية أيضا تقتضي ذلك في الجواهر المعنوية. നമ്മുടെ കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സൂര്യ വെളിച്ചം പോലുള്ള വെളിച്ചത്തിന് യോജിപ്പുള്ള സ്ഥലത്തേക്ക് മാത്രം പ്രതിബിംബിക്കുക എന്ന ബന്ധമുണ്ടെങ്കിൽ ആശയപരമായിട്ടുള്ള ഷഫാഅത്ത് എന്ന നൂറും യോജിപ്പുള്ള സ്ഥലത്ത് മാത്രം പ്രതിബിംബിക്കുക എന്ന ഒരു പ്രത്യേക ബന്ധം അതിനുണ്ട്. എന്താണ് ആ യോജിപ്പ്? ومن استولى عليه التوحيد فقد تأكدت مناسبته مع الحضرة الإلهية.
തൗഹീദിൻ്റെ പാരമ്യത്തിലെത്തിയിട്ടുള്ള അമ്പിയാക്കന്മാർ അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് തൗഹീദിൻ്റെ ഉറച്ച യഥാർത്ഥമായ പാരമ്യ ഭാഗം തന്നെ ഉള്ളതുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുസന്നിധാനത്തിൽ നിന്നും അതിനോട് യോജിപ്പ് വളരെ കൂടുതലുള്ളതുകൊണ്ട് മാധ്യമമില്ലാതെ തന്നെ അള്ളാഹുവിൻ്റെ തിരുഹളറത്തിൽ നിന്നും ഈ അമ്പിയാക്കന്മാരിലേക്ക് ഈ ദിവ്യ വെളിച്ചം വരും.